So, hi guys. Hi guys. Welcome to our channel Watermelon Stories. ഇന്ന് നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ട്. സോ ഞാനൊന്ന് റെഡിയായിട്ട് ഫ്രഷായിട്ട് നമുക്ക് ചടങ്ങുകളിലേക്ക് അങ്ങോട്ട് കടക്കാം. ഓക്കെ. ആൻഡ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും മേ ബി. ആൻഡ് ആക്ച്വലി ഞാൻ ജസ്റ്റ് എഴുന്നേറ്റുള്ളൂ. ഇപ്പോൾ സമയം 8 മണി. ഞാൻ എന്തായാലും ഫ്രഷായിട്ട് വരുന്നു. ഹായ് ഗായ്സ്. സോ നമ്മളിന്ന് ഒരു മാരേജിന് പോകണം, എൻ്റെ സിസ്റ്ററിനെ പിക്ക് ചെയ്യണം, പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഹായ് ഗൈസ്, ഞാനിപ്പോൾ ആക്ച്വലി കുളിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ എനിക്കൊന്ന് റെഡി ആവണം, ഒന്ന് സെറമൊക്കെ തേക്കാം, പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, പിന്നെ മോയ്സ്ചർ യൂസ് ചെയ്യണം. ഞാൻ അത്ര ഇടാറുള്ളൂ. ഇതാണ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്ന സെറം. ആക്ച്വലി ലോറിയലിൻ്റെ സെറമാണ് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സൺസ്ക്രീൻ വന്നിട്ട് ന്യൂട്രോജൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ മോയ്സ്ചറൈസർ നോക്കിയപ്പോൾ മോയ്സ്ചറൈസർ തീർന്നു. ഞാൻ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഫ്രഷ് പീസ് എടുക്കാം. പിന്നെ ആളൊറ്റയ്ക്ക് കാർ ഓടിച്ച് വരുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. സോ ഗൈസ്, ഇന്ന് ആക്ച്വലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. ഇടയ്ക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട്. ഐ വിൽ ഷോ യു ഗൈസ്. ഒരു ഹായ് പറ. അവനെന്തോ കിളി പാറി നിൽക്കുകയാണ് ഗൈസ്. നോക്കൂ റിയോ ഒരു മൈൻഡും ഇല്ല. ഇത് കഴിഞ്ഞായത് ഇത് പുതിയത്. നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. സോ നമ്മളിന്ന് പോകുന്ന കല്യാണം എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ മാരേജാണ്. എൻ്റെ പാർട്ട്ണറിൻ്റെ പേര് ധനേഷ്, സഞ്ജു എന്ന് വിളിക്കും. സോ ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഇവിടെ വന്നുകൊണ്ട് എല്ലാം കൂടെ എടുത്തോണ്ട് ഒതുങ്ങിയ. കാരണം ഇന്നലെ വരെ വലിയ വെയിലൊന്നും ഉണ്ടായില്ല, പൊരിഞ്ഞ വെയിൽ. എന്നാൽ അന്ന് കുറേ സ്ഥലത്ത് പോകാനുണ്ട്. എല്ലാവരും തേക്കാം. അല്ല ലിപ് ബാം കൂടെ ഇട്ടാം. നമ്മുടെ സ്കിൻ കെയർ ഇപ്പം ടൈം 8:50 കഴിഞ്ഞു. എനിക്ക് 9 കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. ഫസ്റ്റ് പ്രൈമർ, ഷെയ്ഡ്സ് കൂടെ മിക്സ് ചെയ്യും. നമുക്ക് കണ്ണ് എഴുതിയിട്ട് വരാം. ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ കഴിഞ്ഞി ഉള്ളത്. ഈ ഷെയ്ഡ് തന്നെ എൻ്റെ ആദ്യമായിട്ട് ഇത്ര ലേറ്റ് ആവുന്ന ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഡ്രസ്സ് മാറിയിട്ടില്ല. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഓർണമെൻറ്റ്സ് ഇടണം. നമ്മൾ റെഡിയായി. സോ ഇന്ന് ഞാനാണ് കാർ ഓടിക്കുന്നത്. കടവന്തറ എന്നാണ് മാരേജ്. സോ നമുക്ക് പോവാൻ നമുക്ക് കാർ കാണാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഷൂസൊക്കെ ഇട്ട് ഇനിയിപ്പോൾ മാധു ഇപ്പം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മാധുവിൻ്റെ അടുത്തേക്ക് പോട്ടെ. ഒറ്റക്കൊക്കെ സീൻ തന്നെ മാധു. ഇനി മണ്ട റോസ് എടുക്കണം. അടുക്ക് മാധു എത്തിയേക്കാണ്. മാധു സീൻ തന്നെ. ഒറ്റയ്ക്ക് കാറൊക്കെ ഓടിച്ച് വന്നു. അതെ നമുക്കപ്പം
ഫുഡ് കഴിക്കാൻ പോവാണ്. അതും എങ്ങനെയാണ് ഇപ്പോൾ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡിയോ. ആ ഒരു കുട എടുത്തിട്ട് നടക്കാം. നമ്മൾ നടന്ന് സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഈ മണ്ഡപത്തിന്റെ ജസ്റ്റ് തൊട്ട് അപ്പുറത്ത് ഒരു 50 മീറ്റർ പോലും ഇല്ല. അങ്ങനെ നടന്ന് അങ്ങോട്ട് പോവാം. ഇതാണ് സ്റ്റുഡിയോയുടെ ബിൽഡിങ്. ഇതാണ് മണ്ഡപം. നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലെത്തേക്കാണ്. അത് കുറെ പർച്ചേസ് കൂട്ടുണ്ടല്ലോ നീ. കുറച്ച് ഞാൻ സ്റ്റുഡിയോയിലൊക്കെ വന്നിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ടാവും. നമ്മളുടെ ഒരു മിനി പർച്ചേസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എന്തൊക്കെ മേടിച്ചു മധു? ബ്ലഷും ലിപ്സ്റ്റിക്കും പിന്നെ 2 മാലയുടെ ഡ്രസ്സും പിന്നെ അമ്മയ്ക്ക് കുറച്ച് ചാംസ് വേണമെന്ന് പറഞ്ഞു. സോ ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയായിരുന്നു. അത് പിന്നെ കുറച്ച് പ്രൈവറ്റ് ആയതുകൊണ്ട് നമ്മളത് അങ്ങനെ ഷൂട്ട് ചെയ്തില്ല. സോ നമ്മുടെ ഇൻചാർജ് ഇപ്പോൾ സഞ്ജു ആണ്. നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്കിന്ന് ആലോ എത്തണം. ബിക്കോസ് എൻ്റെ സിസ്റ്റർ 10 ദിവസങ്ങൾക്ക് ശേഷം എപ്പോഴാണ് കാണുന്നത്. ഞങ്ങൾ ഇതുവരെ ലൈഫിൽ അങ്ങനെ മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. സോ ആദ്യമായിട്ട് മാറി നിന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. സോ നമ്മളിന്ന് അവളെ പോയി പിക്ക് ചെയ്യാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയാകും ആ ഒരു സിറ്റുവേഷൻ എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ ഒരു 10 to 15 minutes എന്തായാലും പറഞ്ഞ സമയത്തേക്കാൾ ലേറ്റായി. പിന്നെ അങ്ങനെയാണല്ലോ. സോ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അനിയത്തിപ്പോൾ വരും. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു 10 ദിവസം പോയുള്ളൂ. എന്നാലും പക്ഷെ എക്സൈറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ 10 ദിവസം അല്ലാണ്ട് 1 വർഷം കഴിഞ്ഞ് വന്ന പോലത്തെ ഫീലാണ് അത് കാണിക്കുന്നത്. എന്നാലും നമുക്ക് നമ്മളെ അനിയത്തിമാരിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ആവിയാണ്. അപ്പം എത്തും. മധു എങ്ങനെ എക്സൈറ്റഡ് ആണോ ശംഖു എന്നെ? മമ്മി എക്സൈറ്റഡ് ആണോ? കുറേ ദിവസം നമ്മള് ഇത്രയും വിട്ടിട്ടായിരുന്നു കേട്ടില്ല അല്ലേ? NSS ക്യാമ്പിലാണെങ്കിൽ പോലും നമ്മൾ പോവാറുണ്ട് 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴേക്കും. സോ എക്സൈറ്റഡ് ആണോ? ഇപ്പോൾ ഉള്ള ബാഗ് ഫുൾ എൻ്റെ ഇവിടെ എവിടെ ഓർമ്മയുണ്ട്, ഇവൻ്റെ ഓർമ്മയുണ്ട്. ആളിലായാലും വഴി നടപ്പുണ്ട്. സോ എന്തെങ്കിലും ഒന്ന് കുടിക്കണം. ഇവിടെ ഇരുന്ന് വേർത്ത് കുളിച്ച് ചത്തും. അമ്മയും നോക്കുമ്പോൾ ഞങ്ങളെ വേണ്ട. നല്ല പണിയായിട്ട് നടക്കും. ഞങ്ങളിവിടെ വെയിറ്റ് ചുമന്ന് നടക്കുന്നു. ഇതിപ്പോൾ സഞ്ജു ആണ് ഡൽഹി പോയി വന്നേ. ഗൈസ് ഞങ്ങൾ സക്സസ്ഫുള്ളി ശംഖുവിനെ വിളിച്ചു. ഞങ്ങൾ കല്യാണത്തിന് പോയി. ഫൈനലി അവര് ബാങ്കറിൽ നിൽക്കുകയാണ് അല്ലേ മധു? മധു കാർ ഓടിക്കുന്ന ടെൻഷനിൽ നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്നു. ടെൻഷൻ അടിച്ച് മധുവിനെ റിസ്കി ഗേൾ. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ എന്തായാലും വീട്ടിൽ വന്ന് ശംഖുവിനെ പെട്ടി പൊട്ടിക്കുമ്പോൾ നമ്മൾ കാണുന്നു. റിയാക്ഷൻ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, സീയിങ് മൈ പപ്പീസ്. ഞങ്ങളങ്ങനെ ഫൈനലി എല്ലാം കഴിഞ്ഞു. ഞങ്ങളിപ്പോ അറ്റ്ലാസ് നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് മധു പറയൂ? ഫുഡ് മേടിക്കാൻ പോകും. ഇവിടെ അടുത്തുള്ള കടയിൽ ഞാൻ വെയിലത്തൊക്കെ പോയി ഡെഡായി. സോ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ അങ്ങനെയൊക്കെ പോവാം. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ്. ഇത് നമ്മുടെ ഫസ്റ്റ് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാകാം. ഇപ്പൊ തന്നെ ഈ ലൈറ്റൊക്കെ ഒന്നും ശരിയല്ല. എല്ലാം വി നോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒട്ടും വിളിച്ചില്ല. ആൻഡ് സോറി ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ. അതെ, അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് നൈസ് ഒരു കിഡിലോസ്കി സാധനം ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾ വരാം. ഓക്കെ.